ഡിറ്റർമിനേഷൻ. ഒരു ഇമെയിൽ എഴുതി, നിങ്ങൾ ഇമെയിൽ ഇപ്പൊ ചെയ്യണം. ആർക്കാ ഇമെയിൽ എഴുതുന്നത്? ആർക്കാ? എമിലിക്കാണ്. അപ്പൊ ഇമെയിലിന് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? എന്താ ഇമെയിലിന്റെ ഫോർമാറ്റ്? എമിലിക്ക് അറിയുമ്പോൾ ഒരു പേഴ്സണൽ ലെറ്റർ ആണ് എഴുതാം. എമിലിക്ക് പേഴ്സണൽ ആക്കി എഴുതാം, ഒഫീഷ്യൽ ആയിട്ട് എഴുതാം. അപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, ജിമെയിൽ റിസീവ് ചെയ്ത് നമ്മുടെ ഇമെയിൽ ആൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഓട്ടോമാറ്റിക്കലി പോകും. റിസീവ് ചെയ്യുന്ന ആൾ മാത്രം നോക്കിയാൽ മതി. ഈ പ്ലസ് ടു കാര്യം നോക്കട്ടോ. പ്ലസ് ടു കമോൺ. പ്ലസ് ടു കമോൺ. ക്യാമൽ വേഴ്സസ് ട്രെയിൻ. കേട്ടാ മതി. ക്യാമൽ വേഴ്സസ് ട്രെയിൻ കേട്ടോ? റൈറ്റ്. ക്യാമൽ വേഴ്സസ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ക്യാമല് നോക്ക്. The camel versus train is an excerpt taken from Satyajit Ray's childhood days, a memorial. എന്നാ സത്യജിത് റായിന്റെ എ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു റൈറ്റപ്പിൽ നിന്ന് എടുത്ത ചെറിയൊരു ഭാഗമാണ് ക്യാമൽ വേഴ്സസ് ട്രെയിൻ. ഷൂട്ടിങ്ങിന്റെ കഥയാണ്, ഓർമ്മയില്ലേ? അദ്ദേഹം ഷൂട്ട് ചെയ്തു. ക്യാമൽ വരുന്ന രംഗവും ട്രെയിൻ വരുന്ന രംഗവും ഒരുമിച്ച് ഷൂട്ട് ചെയ്യണം. ആ സമയത്തുണ്ടായിരുന്ന കുറെ പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതുന്നതാണ്. The story Camel versus Train. The story Camel versus Train shares ഈ ഒരു കഥ shares നമുക്ക് നൽകുന്നു, പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ പങ്കുവെക്കുന്നു. His experience, ആരുടെ എക്സ്പീരിയൻസ്? സത്യജിത് റായിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓഫ് ഫിലിമിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് അതേതാണ്? സോനാർക്കെല്ല. സോനാർക്കെല്ല എന്ന് പറയുന്ന പടത്തിലെ ഒരു ഒട്ടകവും ഒരു ട്രെയിനും തമ്മിലുള്ള ആ ഷൂട്ടിംഗ് രംഗത്തെ കുറിച്ച് പറയണം. The main characters are, ആ ഷൂട്ടിംഗിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ലാൽ മോഹൻ ഗാംഗുലി ആൻഡ് ഏലിയാസ് ജഡായു. ഈ രണ്ട് കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ടു കംപ്ലീറ്റ് ദ എപ്പിസോഡ്, ഈ ഒരു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കാൻ ഈ നഷ്ടമായതാണ്. അവർ അഭിമുഖീകരിച്ചു മെനി ചാലഞ്ചസ്, ഒരുപാട് പ്രയാസങ്ങൾ. ലൈക്ക് ക്ലൈമറ്റിക് ഇഷ്യൂ, പ്രകൃതിപരമായ പ്രശ്നങ്ങള്, ഒട്ടകവുമായി പ്രോബ്ലം റിലേറ്റഡ് എനിമൽ, ഒട്ടകവുമായ പ്രശ്നങ്ങള്, ട്രെയിന് ട്രെയിൻ കിട്ടുന്നില്ല, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് ആക്ടർ, നടന്മാരും അല്ലെങ്കിൽ ആളുകളും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. വിത്ത് ഫുൾ എഫേർട്സ് ആൻഡ് കോൺഫിഡൻസ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭയങ്കര എഫേർട്ടോടും കോൺഫിഡൻസോടും കൂടിയിട്ടും they could complete shooting. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. and the film എന്തായി പോയി? വലിയ ഹിറ്റായി മാറി. ഇതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ സാധാരണ ചോദിക്കൽ എന്താണ്? കോൺവെർസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇത് ചോദിക്കാൻ എങ്ങനെയാന്ന് അറിയാം. യു മെറ്റ് സത്യജിത് റായ്. നിങ്ങൾ ആരെ കണ്ടു? സത്യജിത് റായിനെ കണ്ടു. അങ്ങനെ കണ്ട് നിങ്ങൾ ഈ ഒരു സോനാർക്കെല്ല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തുന്നില്ല. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ നടത്തും.
ഇന്റർവ്യൂവിന്റെ സംഭവം നമ്മൾ ആ കയ്യിലുണ്ട്. Can you share your experience? then എന്ന് പറഞ്ഞതിന് പകരം then what happened പറഞ്ഞ പകരം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മിസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ അടുത്ത് നോക്കാം. ഇന്റർവ്യൂ വിത്ത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടൊരു ഇന്റർവ്യൂ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇന്റർവ്യൂ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ചെയ്യാം? This interview Adur Gopalakrishnan, he shared his experience about films and വളരെ കുറഞ്ഞ സംഭവം മനസ്സിലാക്കണ്ടു. This an interview. ഈ പാഠം the interview with Adur Gopalakrishnan എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. കഥയല്ല, കവിതയല്ല, എസ്സേ അല്ല, ഇതെന്താണ്? ഇന്റർവ്യൂ ആണ്. Adur Gopalakrishnan, he shared, അദ്ദേഹം പങ്കുവെച്ചു his experience, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ about the film, എന്തിനെ കുറിച്ചുള്ള? ഈ ഫിലിമിനെ കുറിച്ചുള്ള and attitudes, മനോഭാവം of people, ജനങ്ങളുടെ മനോഭാവം towards the film, സിനിമയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മനോഭാവത്തെ കുറിച്ചിട്ട് ആര് പറഞ്ഞു? അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? റൈറ്റ്. ഇനി the last area അല്ലെങ്കിൽ the true height എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. I had expectation. നോക്കൂ, the area, last area, the true height, അതിമനോഹരമായ ഒരു പിന്നെ ഏരിയ കേട്ടോ. the true height എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, ശരിക്കും ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഏത്? ട്രൂ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. എന്താ ട്രൂ ഹൈറ്റ് എന്ന് പറഞ്ഞാല്? ശരിയായ ഉയരം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നോക്കണേ, ഹൈറ്റിന് ഉയരം ഇതില് HIEGHT വേണ്ടത് അല്ലേ? അപ്പോ the true height എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the name of the story, ഈ കഥയുടെ പേര്, ഏത് കഥയുടെ പേര്? ഈ സ്റ്റോറിയുടെ പേര് the true height എന്നാണ്. This is a real story. ഇത് യഥാർത്ഥമായ സ്റ്റോറിയാണ്. ആരുടെ? മിഖായേലിന്റെ യഥാർത്ഥ സ്റ്റോറിയാണ്. He was a blind. മിഖായേൽ ബ്ലൈൻഡ് ആണ്. The story tells about the importance of dreams. ഈ കഥ നമുക്ക് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രീം, സ്വപ്നങ്ങൾ നമ്മൾ എങ്ങനെ കാണണം എന്ന് പഠിപ്പിച്ചതാണ് in our life, നമ്മുടെ ജീവിതത്തിൽ. Mikhail could achieve national junior Olympic medal with strong determination. അദ്ദേഹത്തിന് ഒളിമ്പിക് മെഡൽ കിട്ടി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട്. ഓക്കെ, ഇത് കാലം ഓർമ്മണ്ടല്ലോ. നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ആക്ഷൻ വരുന്നു, എല്ലാവരും നിൽക്കുന്നു, ഒരാൾ ചാടാൻ വരുന്നു, അയാൾ ചാടുന്നു, ഫൈനലി തിരിച്ചറിയാണ് അയാൾ ബ്ലൈൻഡ് ആയിട്ട് പോലും ഇത് ചാടി എന്നുള്ളത്. ഏതെങ്കിലും മത്സരം? ഹൈറ്റ് മത്സരം. നമ്മൾ ഓടി വന്നിട്ട് കുത്തിയിട്ട് പോൾവാട്ടില്ലേ? സ്ട്രൈറ്റ് ജമ്പ് അല്ല, ഓടി വന്നിട്ട് വടോട് കുത്തിയിട്ട് പോൾവാട്ടാണ്, ജമ്പ് ചാടാണ്. അപ്പൊ ഇയാൾക്ക് കണ്ണ് കാണില്ല, പിന്നെ തിരിച്ചറിയാം. അതാണ് സ്റ്റോറി ട്രൂ ഹൈറ്റ്. ഇനി പ്ലസ് ടു കാരുടെ കാര്യം ചെയ്ത്, പ്ലസ് ടു കാർക്ക് തരാൻ എനിക്ക് ഇതേപോലെ പേപ്പറുകൾ കയ്യിലില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം, ഒരു മോഡല്, ഇപ്പൊ നിങ്ങൾ പ്ലസ് വണ്ണേരോട് മോഡല് പറഞ്ഞ എന്താണ്? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എമിലിക്ക് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞത്. കത്ത് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദി പോയം. ഒരു പോയത്തിനെ നമ്മൾ എങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യാം? പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദി പോയം. നിങ്ങൾക്ക് പോയം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലേ? ഇതിലിപ്പോ കുറെ പല പോയം പറഞ്ഞു. പോയം മൈ ഹെഡ് വിൽ ഗോ ഓൺ, അല്ലെങ്കിൽ ദ പോയം ട്രാവൽ എന്ന് പറയുന്ന പോയത്തിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ തന്ന ആ സാധനം അതേപോലെ എഴുതി വെച്ചാൽ മതി. യു ഗെറ്റ് മീ? ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം,
മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുവർ ടീച്ചർ ആസ്ക് യു ടു പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ September 15 ടീച്ചേഴ്സ് ഡേ. ബട്ട് ടീച്ചേഴ്സ് ഡേക്ക് ഒരു സംഭവം നിങ്ങൾ പറയാൻ പറഞ്ഞു. നിങ്ങൾ റൈറ്റ് അപ്പ് തയ്യാറാക്കാൻ പറഞ്ഞു. ടീച്ചേഴ്സ് ഡേ ആണ്, അതിൽ നിങ്ങൾ റൈറ്റ് അപ്പ് തയ്യാറാക്കണം. നിങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ട് റൈറ്റ് അപ്പ് തയ്യാറാക്കേണ്ടത് നിങ്ങളുടെ പാഠം ഗുഡ് മാനേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൈറ്റപ്പ് നിങ്ങൾ തയ്യാറാക്കണം. എന്ന് റൈറ്റപ്പ് തയ്യാറാക്കാനാ പറഞ്ഞിട്ടോ, അല്ലാതെ എന്തല്ല സ്റ്റോറി ലെറ്ററോ ഡ്രാമയൊന്നുമല്ല. റൈറ്റപ്പ് തയ്യാറാക്കാനാ പറഞ്ഞത്. അപ്പൊ എങ്ങനെ റൈറ്റപ്പ് തയ്യാറാക്കാം? നിങ്ങൾ തയ്യാറാക്കി എങ്ങനെയാണ് റൈറ്റപ്പ്? ഒരു ചെറു ലഘുലേഖ പോലെ കുറച്ച് കാര്യങ്ങൾ എഴുതിണ്ടാക്കാം. ഓക്കെ എന്ന് പറഞ്ഞാൽ ആ സമ്മറിയില്ലേ, ഞാൻ തന്ന സമ്മറി, ആ സമ്മറി അങ്ങ് എഴുതാം. അതാണ് ബേസ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഡേ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദിസ് എ ടീച്ചർ ഇസ് ദി ഗൈഡിംഗ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണൽ ആഡ് ചെയ്യണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, +1 ഈ ഒരു സാധനം നിങ്ങൾക്ക് കൂടി തരാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. ഞാൻ +1 +2 കണക്ട് ചെയ്ത് തരും. ആദ്യം നിങ്ങൾ ചെയ്യും, ജസ്റ്റ് ഒരു റൈറ്റപ്പ് പോലെ ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്തു നോക്കുക. ഒരു ഇമെയിലോ കാര്യങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഈ ലാസ്റ്റത്തെ പാഠവുമായി അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ഇന്റർവ്യൂ ഒക്കെ ഒന്ന് എഴുതി നോക്കുക. +1 കംപ്ലീറ്റ് ചെയ്യും. +1 എഴുതി കഴിഞ്ഞാ ഇനി +1 എടുത്ത് നിങ്ങൾ എഴുതിയോ, ഇമെയിൽ എഴുതിയോ? നിങ്ങളുടെ ചാപ്റ്ററിൽ 2 ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്. സി കം ബാക്ക് ടു ചാപ്റ്റർ. തിരിച്ചു വന്നോ? എഴുതാതെ നിൽക്കട്ടെ, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വാ. ഓക്കെ, ഷേഡ്സ് ആൻഡ് ഷാഡോസ്. ലോക ചരിത്രത്തിൽ ചിലപ്പോൾ ഒരു അധ്യാപകനും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. രാവിലെ വൈകുന്നേരം ആകുമ്പോഴത്തേനും +1 ക്ലാസ് ചാപ്റ്ററും +2 ക്ലാസ് ചാപ്റ്ററും 10ാം ക്ലാസ് ചാപ്റ്ററും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്നാ എല്ലാവർക്കും എത്തണം, എന്നാർക്കും ബോറടിക്കരുത്, എല്ലായിടത്തും പോകണം, എല്ലാം കവർ ചെയ്യണം, എല്ലാം വർക്കൗട്ടും കൊടുക്കണം. ഇതിനെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് 4-5 മണിക്കൂർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കൊല്ലം കഷ്ടപ്പെടുന്ന പോലെ ഈ 4-5 മണിക്കൂർ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് എന്താണെന്ന് അറിയോ, ഈ 5 മണിക്കൂർ വെച്ചിട്ട് നീ അങ്ങോട്ട് മുമ്പ് നിങ്ങൾ പഠിച്ചോ. നിങ്ങളെ അധ്യാപകർ ഇപ്പൊ എക്സാം ഉണ്ടാവാം, തുല്യത ക്ലാസ് തുടങ്ങിയത് ഇതുവരെ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് പോയിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ അധ്യാപകർക്ക് പ്രയാസം ഉണ്ടാവും. ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് എന്താവാനാണ് ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ദിവസം CPR എന്ന് പറയുന്നത്, നമ്മള് ശ്വാസം കിട്ടാത്ത മനസ്സിലായില്ലേ? ശ്വാസം കിട്ടാതെ CPR എന്തിനാ? താൽക്കാലിക ശ്വാസം വന്ന് കിട്ടിയാ ബാക്കി ശ്വാസം ആരും എടുത്തോളൂ. ആ CPR ആണ് ഇപ്പൊ ഇവിടെ തരുന്നത്. ഇംഗ്ലീഷിൽ പേടിക്കേണ്ടെന്നൊരു ഫീലിംഗ്. ഇത് കഴിഞ്ഞ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നത്? ആ ടീച്ചർമാർ തന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പം ഫീലിംഗ്. അപ്പൊ പാസ്സാവാന് ഒരു 40% മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു 60-70-80% മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബുക്കും ടീച്ചർമാർ പറഞ്ഞതും എഴുതുന്നതും എല്ലാം കൂടി എടുത്ത് വായിച്ച് പഠിച്ച് ശരിയാക്കാം. പിന്നെ പരീക്ഷ വരുമ്പോ ഇതൊന്നും വഴിയിലൊന്നും ഇടരുത്. ഇതിന്റെ താഴെ ഇങ്ങനെ മേലെ കൊടുത്തിട്ടുണ്ടാവും ഫോർ എനി കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കോളിന് നമ്പർ ഉണ്ട്. ഇതിന്റെ നമ്പർക്ക് ഇങ്ങനെ കോൾ വരും. മനസ്സിലായോ? പിന്നെ ഷേഡ്സ് ആൻഡ് ഷാഡോസ് കിട്ടിയല്ലോ. ഷേഡ്സ് ആൻഡ് ഷാഡോസിൽ ഭയങ്കര രസകരമായ ഒരു കഥയാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് കഥയാണ്. അതിലിപ്പോ ഇത്രയേ ഉള്ളൂ.